ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അങ്ങനെ പണി പറ്റിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിന് ആമിമോൾ ഉറപ്പായും അത് പൂജ കൊണ്ട് തന്നെ കഴിപ്പിക്കും. പ്രത്യേകിച്ചും പൂജയ്ക്ക് കൊടുക്കരുതെന്ന് ഞാൻ കട്ടായം പറഞ്ഞതുകൊണ്ട്. എന്റെ അമ്മോ, എന്റെ ഒരു ബുദ്ധി. ഞാൻ വല്ല അമേരിക്കയിലോ മറ്റോ ജനിച്ചിരുന്നെങ്കിൽ മിനിമം ട്രംപെങ്കിലും ആയേനെ. എന്താണ് മിസ്സസ് ഗോമതി അതിഭയങ്കരമായ ഒരു ആലോചന? ഞാൻ മിസ്സസ് ഒന്നുമല്ല, മിസ്സാണ്. മിസ് ഒന്നും മിസ്സാകാതെ സൂക്ഷിച്ചാൽ ഗോമതിക്ക് കൊള്ളാം. ഇളവന്റെ ഇളക്കം നോക്കിക്കേ. മനുഷ്യ, നിങ്ങളോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ആളും പേരും ഇല്ലാത്ത സമയത്ത് എന്റെ അടുത്ത് ഇങ്ങനെ കൊഞ്ചാനും കൊഴയാനും വന്നേക്കരുത്. അപ്പോ ആളും പേരും ഉള്ളപ്പോൾ വരാമല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് അത് തപസ്സു ചെയ്യും വേഴാമ്പൽ ദാഹജലം തരുമോ? ഓ, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. കള്ളു കുടിക്കാൻ വെള്ളം എടുക്കാൻ വന്നതല്ലേ? അങ്ങനെയും പറയാം. എന്നാ പിന്നെ എടുത്തോണ്ട് പോണം മിസ്റ്റർ. എടുത്തോട്ടെ. ഇയാൾ ഇന്ന് എന്റെ ഇത് വാങ്ങിക്കും. ചുമ്മാ കൊതിപ്പിക്കല്ലേ. പാനിലേക്കോ ജാവോ? ജി മേം സാബ്. കൊണ്ണു തെറ്റി അപ്പം തുടങ്ങിക്കോണം. നാണമില്ലേ നിങ്ങൾക്ക്? മനുഷ്യനായ സംസ്കാരം വേണം. എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലെന്ന് വെച്ചാ അടുക്കള ആരാമോ ആക്കാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ അനുവദിച്ചേരുന്ന പ്രശ്നമില്ല. ഇറങ്ങിക്കോണം രണ്ടും ഇപ്പൊ ഇവിടുന്ന്. എന്റെ പൊന്ന് ക്ലാരമ്മ, എടോ താൻ വിചാരിക്കുന്ന ഇവിടെ ഒരു കുന്തവും നടന്നില്ല. ഞാനൊന്ന് കാല് തെറ്റി വീഴാൻ പോയതാ. ഇവളെ കാണുമ്പോ മാത്രം കാല് തെറ്റി വീഴാൻ ഇയാളുടെ കാലെന്താ പ്രത്യേകതരം കാലാണോ? ഓ, ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്തോ പറയാനാ? ഇയാളെ ഒന്നും പറയണ്ട. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഈ വീട്ടിലുള്ള എല്ലാവരും കേൾക്കട്ടെ. ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. ആഹാ, എന്തിനാ കാലേ വലിച്ച് നിലത്തിടാനോ? വേണ്ട, മാറങ്ങോട്ടോ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടികളെ. അയ്യോ, അതൊക്കെ പണ്ടിപ്പൊ ഞാൻ നന്നായി. അതെ, നന്നായതുകൊണ്ടാണല്ലോ ഈ വൃത്തികേടൊക്കെ കാണിക്കുന്നത്. എന്ത് വൃത്തികേട്? ഞാനിവിടെ മര്യാദക്ക് പാത്രം കഴിക്കൊണ്ട് നിൽക്കുമ്പോ ഈ മനുഷ്യൻ ഒരു ഇത്തിരി വെള്ളം എടുക്കാൻ വന്നു. വെള്ളം എടുത്ത് തിരിയുമ്പോ അറിയാതെ കാല് തെറ്റി വീണു. താഴെ വീണി മൊട്ടത്തന്നെ പൊട്ടണ്ടെന്ന് വിചാരിച്ച് ഞാനൊന്ന് താങ്ങി നിർത്തി. അതല്ലാതെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അതാണല്ലോ ഇവിടെ സ്ഥിരം സംഭവിക്കുന്നത്. മൊട്ട പൊട്ടണ്ട പോലും ആരെ ഈ പറഞ്ഞു ബോധിപ്പിക്കുന്നത്? ഞാനിത് ഒത്തിരി കണ്ടതാ. ഇന്ന് ഞാനിത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ വീട് നിങ്ങൾ രണ്ടാളും കൂടെ കുട്ടിച്ചോറാണ്. ഇല്ല, ഒരിക്കലുമില്ല. ഇനി മേലിൽ ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. ഞാൻ എന്റെ വെള്ളം കൂടി വരെ നിർത്തി. ഇനി ഞാൻ എന്നും ഡ്രൈ ആയിട്ട് അടിച്ചോളാം. ഈ ഒരു തവണത്തേക്ക് കൂടി ക്ലാര ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. അല്ല, ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ്. ഗോമതി മാഡം എന്ത് പറയുന്നു? എനിക്കും പറയാനുള്ള ഇത് തന്നെയാ. ചതിക്കല്ലേ, നാറ്റിക്കരുത്. ഒരു തെറ്റും ചെയ്യാത്ത നിരാലംബയും നിഷ്കളങ്കയുമായി എന്റെ മാനത്തിന് വില പറയരുത്. തെറ്റ് ചെയ്യാത്ത ഒരു പൊന്നുമോള് നാണ ഇല്ലല്ലേ? ഇനി എന്റെ കൺവട്ടത്ത് ഇങ്ങനെങ്ങാനും കണ്ട ആ നിമിഷം മർമാണി പ്രയോഗിച്ച് രണ്ടിനെ ശരിയാക്കി കളയും. അതെ, ഭയങ്കര മർമാണിയാ. എന്റെ ഒരു ഗതികേട്, എനിക്ക് വയ്യ. എക്സ്ക്യൂസ് മീ മിസ് ഗോമതി. ഇറങ്ങി പോടോ. ഇത്രയും കാലം അന്തസ്സും അഭിമാനമായി സ്വന്തം ചരിത്രം കൈപ്പിടിയിൽ കൊണ്ടു നടന്നവളാ ഞാൻ. എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ ഈശ്വര. ഞാൻ എങ്ങനെ ഇനി ആ പെണ്ണുപിള്ളയുടെ മുഖത്ത് നോക്കും? എനിക്ക് വയ്യ. മിണ്ടിപ്പോകരുത്, കടക്കടോ പുറത്ത്. I say you get out. ധന്യവാദ് മേം സാബ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. എന്റെ ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അയ്യോ, ഇത്രയ്ക്ക് വലിയ തെറ്റാണോ ഞാൻ ചെയ്തത്? എനിക്ക് വയ്യ. അയ്യോ, എനിക്ക് വയ്യ. അല്ല, ആ മരുന്നിപ്പൊ പൂജ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അടിപൊളി അടിപൊളി. അവിടെ നിലവിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. ചിലപ്പോ നിശബ്ദ മരണമായിരിക്കും.